വെൽക്കം ടു ഗ്രേഡിയൻറ്റ് RRB ജനറൽ സയൻസിലെ കെമിസ്ട്രി ക്ലാസ്സുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ നമ്മൾ നമ്മുടെ പീരിയോഡിക് ടേബിളിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യത്തെ 2 ക്ലാസ്സിലും പഠിച്ചത്. അല്ലേ, കഴിഞ്ഞ ക്ലാസ് നമ്മൾ പീരിയോഡിക് ടേബിൾ എങ്ങനെയാണ് നമ്മളെ മോഡേൺ പീരിയോഡിക് ടേബിളിലെ എലമെൻറ്റുകളെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ എന്ത് ചെയ്തു, പഠിച്ചു. അപ്പോൾ നമുക്ക് ഇന്ന് നോക്കാനുള്ളത് ട്രെൻഡ്സ് ഇൻ മോഡേൺ പീരിയോഡിക് ടേബിളാണ്. ഓക്കെ, അതായത് പീരിയോഡിക് ടേബിളിൽ എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും മാറുന്നത്, അതായത് ആറ്റത്തിൻ്റെ സൈസ് എങ്ങനെയാണ് മാറുന്നത്, വാലൻസി എങ്ങനെയാണ് മാറുന്നത്, ഇലക്ട്രോ നെഗറ്റിവിറ്റി, ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു പീരിയോഡിക് ടേബിളിൽ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്. അതായത് ഒരു ഗ്രൂപ്പിൽ നമ്മൾ താഴോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കും, ഒരു പീരീഡിൽ നമ്മൾ വലത്തോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കും എന്ന കാര്യങ്ങളാണ് നമ്മൾ 10ാം ക്ലാസ് വരെയുള്ള ലെവലിൽ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാനത് എടുത്ത് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന കുറച്ച് പ്രോപ്പർട്ടീസേ ഉള്ളൂ. സത്യത്തിൽ ഈ പീരിയോഡിക് ടേബിളിൻ്റെ എന്താണ് നമ്മൾ ട്രെൻഡ്സ് എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ മറ്റു കുറേ കാര്യങ്ങളുണ്ട്. +1 അത് വരുന്നത്. അപ്പോൾ അത് ഞാൻ തൽക്കാലം പറയുന്നില്ല, കാരണം നമ്മുടെ സ്കോപ്പ് എന്ന് പറയുന്നത് 10ാം ക്ലാസ് വരെ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതുവരെ പറഞ്ഞാണ് നിർത്തുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ട്രെൻഡ്സ് ഇൻ മോഡേൺ പീരിയോഡിക് ടേബിൾ നോക്കുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് മാറ്റങ്ങൾ വരുന്നത്. കഴിഞ്ഞ ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിനകത്ത് നമുക്ക് എന്തൊക്കെയാണ് ഉള്ളത്. മോഡേൺ പീരിയോഡിക് ടേബിളിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം നമുക്കൊന്ന് ഓർത്ത് നോക്കാം. ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഓടിച്ചു നോക്കാം. നമുക്ക് ആദ്യം ഒരു പീരിയോഡിക് ടേബിൾ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം എസ് ബ്ലോക്ക് എലമെൻറ്റുകളുണ്ട്, അല്ലേ? എന്തുണ്ട്? എസ് ബ്ലോക്ക് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഡി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വലതുവശത്തായിട്ട് എന്താണ്, പി ബ്ലോക്ക് എലമെൻറ്റുകളുണ്ട്. ഇതൊക്കെ നമ്മൾ പഠിച്ചു. അതിൻ്റെ താഴെയായിട്ട് എന്താണ്, ലാന്തനൈഡും ആക്ടിനൈഡുകളും എന്ന് പറഞ്ഞിട്ട് എഫ് ബ്ലോക്ക് എന്ന് പറഞ്ഞ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതായിരുന്നു ഒരു പീരിയോഡിക് ടേബിളിൻ്റെ ബേസിക് ഫോം എന്ന് പറയുന്നത്, അല്ലേ? ഇത് എസ് ബ്ലോക്ക്, അല്ലേ? ഇതെന്തുവാണ്? എസ് ബ്ലോക്ക്. ഇത് പി, ഇത് ഡി ബ്ലോക്ക്, ഇത് എഫ് ബ്ലോക്ക്. ഇങ്ങനെയുള്ളൊരു പീരിയോഡിക് ടേബിൾ. ഇത് നമ്മൾ എലമെൻറ്റുകളെ അറ്റോമിക് നമ്പറിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മളത് പഠിച്ചു. ഇനി നമ്മൾ ഓരോ കാര്യങ്ങളും നോക്കാൻ പോവുക. അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും ഭാഗത്ത് കാണുന്നവരൊക്കെ മെറ്റലുകളാണ്. എന്തുവാണ്? മെറ്റലുകളാണ്. അപ്പോൾ ഈ ഭാഗത്തായിട്ട് കാണുന്നത് ആരാണ്? മെറ്റൽസാണ്. ഇനി ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് പേരുണ്ട്. ആരൊക്കെ നമുക്ക് നോക്കാം. അവർ നമ്മൾ മെറ്റലോയിഡ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? മെറ്റലോയിഡ് എന്ന് വിളിക്കും. ഈ വലതുവശത്തായിട്ട് കാണുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരെ നമ്മൾ എന്ത് വിളിക്കും? നോൺ മെറ്റൽ എന്ന് വിളിക്കും. അപ്പോൾ ഇങ്ങനെയാണ് 3 അറേഞ്ച്മെൻറ്റ്. എസ് ബ്ലോക്കും പി ബ്ലോക്കും ഡി ബ്ലോക്ക് മനസ്സിലായെങ്കിൽ മെറ്റൽ എവിടെയാണ്, മെറ്റലോയിഡ് എന്താണെന്നൊന്ന് അറേഞ്ച് ചെയ്ത് മനസ്സിലാക്കുക. ഇനി ഒരു ആറ്റത്തിൻ്റെ ഷേപ്പിൽ വരുന്ന മാറ്റം ഞാൻ പറയാൻ പോവുകയാണ്. ശ്രദ്ധിച്ച് കേട്ടോളാം, കൺഫ്യൂഷൻ ഉണ്ടാവരുത്. അപ്പോൾ ഇതൊരു ആറ്റമാണ്. ഇത് ഒന്നാമത്തേത്, ഇത് രണ്ടാമത്തെ ഗ്രൂപ്പ് നമുക്ക് അറിയാം, അല്ലേ? അപ്പോൾ 1, 2, പിന്നെ ഇങ്ങോട്ട് എന്താണ്, 13, 14, 15, 16, 17, 18. ഇതിനിടയ്ക്കകത്തുള്ളത് ട്രാൻസിഷൻ എലമെൻറ്റുകൾ എന്ന് പറയുന്നതാണ് നടുക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മളൊരു ആറ്റത്തിനെ നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ ഗ്രൂപ്പ് നമ്മളെടുത്താൽ ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് ഉണ്ടാവും. ഞാൻ തൽക്കാലം ന്യൂക്ലിയസ് വരയ്ക്കുന്നില്ല. ഓക്കെ, ഒരു ആറ്റം ഉണ്ടാവും. അതിനകത്ത് കെ ഷെല്ലാണുള്ളത്. താഴോട്ട് പോകും തോറും എന്ത് പറ്റും? ഷെല്ലുകളുടെ എണ്ണം കൂടി വരും. കെയും എല്ലും ഉണ്ടാവും, കെയും എല്ലും എമ്മും ഉണ്ടാവും. ഇങ്ങനെയാണ് താഴോട്ട് എന്ത് ചെയ്യുന്നത്, ഒരു ആറ്റത്തിൻ്റെ വലിപ്പത്തിൽ മാറ്റം വരുന്നത്. അപ്പോൾ ഇവിടെ കെ ഉണ്ടാവും, ഇവിടെ കെയും എല്ലും ഉണ്ടാവും, ഇവിടെ കെയും എല്ലും എമ്മും എന്ന് പറയുന്ന ഷെല്ലുകൾ ഉണ്ടാവും. ഇനി ഈ പറയുന്ന ഷെല്ലുകൾ ഇലക്ട്രോണിൻ്റെ എണ്ണം എങ്ങനെയായിരിക്കും? ഇവിടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോണേ കാണുള്ളൂ, ഇവിടുത്തെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോണേ കാണുള്ളൂ, ഇതിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോണേ കാണുള്ളൂ. ഇനി നമ്മൾ ഒന്നുകൂടെ വരച്ചു ഒന്ന് വിചാരിക്കുക. കെ എൽ എം എൻ ഒ. എങ്കിലും ഔട്ടർ മോസ്റ്റിൽ എത്ര ഇലക്ട്രോണേ കാണുള്ളൂ? ആദ്യത്തെ ഗ്രൂപ്പിൽ താഴോട്ട് വരുമ്പോൾ ഇങ്ങനെയായിരിക്കും, ഒരു ഇലക്ട്രോണേ കാണുള്ളൂ. ഇനി നമ്മൾ വലത്തോട്ട് പോവുകയാണ്, അല്ലേ? താഴോട്ടുള്ളതാണ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്, വലത്തോട്ടുള്ളതാണ് എന്തെന്ന് പറയുന്നത്? പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ പീരീഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും കെ ഞാൻ ഈ നടുക്കുള്ള ട്രാൻസിഷൻ എലമെൻറ്റുകൾ ഒഴിവാക്കുകയാണ്. കെ 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 കെ. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇലക്ട്രോണേ ഉണ്ടാവുള്ളൂ. എത്ര ഇലക്ട്രോൺ ഉണ്ടാവുള്ളൂ? ഔട്ടർ മോസ്റ്റിൽ ഒരു ഇലക്ട്രോണേ ഉണ്ടാവുള്ളൂ. രണ്ടാമത്തെ ഗ്രൂപ്പിലാവുമ്പോൾ ഷെല്ലെന്ന് പറയുന്ന കെ ഷെല്ല് മാത്രമേ കാണുള്ളൂ. പക്ഷേ അവിടെ എന്തുണ്ടാവും? 2 ഇലക്ട്രോൺ കാണും. ഇവിടെ ആകുമ്പോൾ എത്രയായിരിക്കും? 1, 2, 3 ഇലക്ട്രോൺ ആയിരിക്കും. ഇവിടെ ആണെങ്കിലോ 1, 2, 3, 4 ഇലക്ട്രോൺ ആയിരിക്കും. ഇവിടെ ആണെങ്കിലോ 1, 2, 3, 4, 5 ആയിരിക്കും. ഇവിടെ ആണെങ്കിലോ 1, 2, 3, 4, 5, 6.
ഇവിടെ ആണെങ്കിൽ 1 2 3 4 5 6 7, ഇവിടെ ആണെങ്കിൽ 1 2 3 4 5 6 7 8. ഓക്കെ, അപ്പോൾ ഷെല്ലിൻ്റെ നമ്പർ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും എലോങ് എ പീരീഡ്. താഴോട്ട് പോകും തോറും ഷെല്ലിൻ്റെ എണ്ണം കൂടി വരും. പക്ഷെ താഴോട്ട് പോകുമ്പോൾ ഔട്ടർ മോസ്റ്റിലെ ഇലക്ട്രോണിൻ്റെ എണ്ണം സെയിം ആയിരിക്കും. വലത്തോട്ട് പീരീഡിലോട്ട് പോകുമ്പോൾ എന്ത് പറ്റും? ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിൻ്റെ എണ്ണം കൂടി വരും. അപ്പോൾ നമുക്ക് സൈസ് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും, താഴോട്ട് പോകും തോറും സൈസ് കൂടും, വലത്തോട്ട് പോകും തോറും സൈസ് എന്ത് ചെയ്യും? സൈസ് കുറയും. സൈസ് എന്ത് ചെയ്യും? കുറയും. എന്തുകൊണ്ടാണ്? നോക്ക്, ഷെല്ലിൻ്റെ എണ്ണത്തിൽ മാറ്റമില്ല. ഇവിടെ ഒരു ഇലക്ട്രോണേ ഉള്ളൂ, ഒരു ന്യൂക്ലിയസിനകത്ത് ഒരു പ്രോട്ടോണേ ഉള്ളൂ. ഇവിടെ 2 ഇലക്ട്രോൺ ഉണ്ട്, 2 പ്രോട്ടോൺ ഉണ്ട്. ഇവിടെ 3 ഇലക്ട്രോൺ ഉണ്ട്, 3 പ്രോട്ടോൺ ഉണ്ട്. ഇവിടെ അവസാനം എത്തുമ്പോഴോ 8 ഇലക്ട്രോൺ ഉണ്ട്, 8 പ്രോട്ടോണും ഉണ്ട്. അപ്പോൾ ന്യൂക്ലിയസിനകത്തിരിക്കുന്ന പ്രോട്ടോണിൻ്റെ എണ്ണം വലത്തോട്ട് പോകുമ്പോൾ കൂടുന്നത് കാരണം ന്യൂക്ലിയസിൽ നിന്നുള്ള അട്രാക്ഷൻ കൂടും. ന്യൂക്ലിയസിനകത്ത് കൂടുതൽ പോസിറ്റീവ് ചാർജ് ആയിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ എന്ത് ചെയ്യും? അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ വലത്തോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും? സൈസ് കുറയും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിൽ വയ്ക്കുക. ഇത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഓരോ പ്രോപ്പർട്ടീസ് ഇട്ട് നോക്കാം. ഫസ്റ്റ്, ഒരു ഗ്രൂപ്പ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഗ്രൂപ്പിലെ എലമെൻറ്റുകളുടെ പ്രത്യേകത എന്താണ്? അവരുടെ വാലൻസി ഇലക്ട്രോണിൻ്റെ എണ്ണം സെയിം ആയിരിക്കും. അതാണ് ഞാൻ താഴെ പറഞ്ഞത്, 1 1 1. അടുത്ത്, നമ്പർ ഓഫ് ദ ഷെൽ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അലോങ് എ ഗ്രൂപ്പ് നമ്പർ ഓഫ് ദ ഷെൽ ഇൻക്രീസ് ചെയ്യും. KL KLM KLMNO എന്ന് പോകും. ഇനി പീരീഡിലോട്ട് വരുമ്പോൾ വലത്തോട്ട് പോകുന്നതാണല്ലോ പീരീഡ് എന്ന് പറയുന്നത്, അല്ലേ? പീരീഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? സെയിം നമ്പർ ഓഫ് ഷെല്ലായിരിക്കും. അതായത് ഇവിടെയാണെങ്കിൽ K തൊട്ട് താഴെയാണെങ്കിലോ എന്തായിരിക്കും? Kയും Lയും കാണും, 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 Kയും Lയും കാണും. ഓക്കെ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മീനിങ് മനസ്സിലാവുമല്ലോ. ഇനി പീരീഡ് നോക്കിക്കഴിഞ്ഞാൽ വാലൻസ് ഇലക്ട്രോണിൻ്റെ എണ്ണം എന്ത് ചെയ്യും? കൂടിപ്പോവും, അല്ലേ? വാലൻസ് ഇലക്ട്രോണിൻ്റെ എണ്ണം എന്ത് ചെയ്യും? കൂടിപ്പോവും. ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 4, ഇവിടെ 5 എന്ന് മാത്രം പറഞ്ഞു കളയില്ല, 4 വരെയുള്ളൂ. അത് കഴിയുമ്പോൾ കളി മാറും. തൽക്കാലം ഇത്രയും മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, സോ ഫസ്റ്റ് വാലൻസിയുടെ കാര്യമാണ് നമ്മൾ വരുന്നത്. എന്താണ് വാലൻസി? ഒരു ഇലക്ട്രോണിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ കാണുന്ന ഇലക്ട്രോണിൻ്റെ ആണെന്ത് നമ്മൾ വാലൻസി എന്ന് പറയുന്നത്. ഷെല്ലിൻ്റെ എണ്ണമെന്ന് പറയാൻ പറ്റത്തില്ല. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ കാണുന്ന ഇലക്ട്രോണുകളാണ് എന്തായിട്ട് മാറുന്നത്? വാലൻസി ആയിട്ട് മാറുന്നത്. 1 2 13 14 1 2 13 14 ഗ്രൂപ്പ് എടുക്കുമ്പോൾ അവരുടെ എന്താണ് ഈ പറയുന്ന അവസാനത്തെ ഷെല്ലിലുള്ളവരുടെ എണ്ണം തന്നെയായിരിക്കും എന്തെന്ന് പറയുന്നത്? വാലൻസി എന്ന് പറയുന്നത്. അപ്പോൾ വാലൻസി കറക്റ്റായിട്ട് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാമെന്ന് വെച്ചാൽ, ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ ഒരു ആറ്റത്തിൽ നിന്നും പുറത്തോട്ട് പോകുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം, അതാണ് സത്യത്തിൽ എന്തെന്ന് പറയുന്നത്? വാലൻസി എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്? വാലൻസി, അല്ലെങ്കിൽ വാങ്ങുന്നതിൻ്റെ എണ്ണം ആണ് എന്ത് നമുക്ക് സിമ്പിളായിട്ട് എന്തെന്ന് പറയാൻ പറ്റും? വാലൻസി എന്ന് മനസ്സിലാക്കി വയ്ക്കാം. 15ാമത്തെ ഗ്രൂപ്പോട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 15ാമത്തെ ഗ്രൂപ്പ് ആകുമ്പോഴത്തേക്കും ഈ പറയുന്ന ഔട്ടർ മോസ്റ്റ് ഷെല്ലുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണം എത്രയായിട്ട് മാറുമെന്നറിയാവോ? അത് 5 ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് വേണ്ടത് 8 ഇലക്ട്രോണാണ് ഔട്ടർ മോസ്റ്റ് ഷെൽ, ഒക്ടെറ്റ് റൂൾ അനുസരിച്ച് 5 എണ്ണം ഉണ്ട്. 5 കൊടുക്കുന്നതാണ് എളുപ്പം, 3 എണ്ണം വാങ്ങുന്നതാണ് എളുപ്പം. 3 വാങ്ങുന്നത്. സോ 3 വാങ്ങും. സോ 15ാമത്തെ ഗ്രൂപ്പുകളുടെ വാലൻസി 3. 16 ആകുമ്പോൾ എത്ര എണ്ണം കാണും? 6 എണ്ണം കാണും. അപ്പോൾ 2 എണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒക്ടെറ്റ് ആവും. 17 ആകുമ്പോൾ 7 എണ്ണം കാണും, ഒരുത്തന്നെ വാങ്ങിച്ചാൽ മതി. അപ്പോൾ 18 ആകുമ്പോഴോ 8 എണ്ണം കാണും, ഒരുത്തനും വേണ്ട. സോ വാലൻസി എത്രയാണ്? 0. ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ. അപ്പോൾ വാലൻസിൽ ഉണ്ടാകുന്ന വേരിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എലോങ് എ പീരീഡ് ഈ പറയുന്ന 14 വരെ എന്ത് ചെയ്യും? വാലൻസ് കൂടി വരും. അത് കഴിയുമ്പോൾ വാലൻസി എന്ത് ചെയ്യും? കുറയും. എന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, ഇതാണ് വാലൻസി. ഇനി അറ്റോമിക് സൈസിൽ ഉണ്ടാകുന്ന വ്യത്യാസം, ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു. നമ്മളൊരു പീരീഡിൽ വലത്തോട്ട് പോകുന്ന സമയത്ത് ഈ പറയുന്ന ഷെല്ലിൻ്റെ എണ്ണം സെയിം ആണ്, പക്ഷേ സൈസ് എന്ത് ചെയ്യും? കുറഞ്ഞു വരും. എന്തുകൊണ്ടാണ്? ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുന്നത് കൊണ്ടാണ്. ഇനി താഴോട്ട് പോകുമ്പോൾ എലോങ് എ ഗ്രൂപ്പ് നോക്കുമ്പോൾ സൈസ് എന്ത് ചെയ്യും? സൈസ് കൂടി വരും. എന്തുകൊണ്ടാണ്? ഷെല്ലുകളുടെ എണ്ണം കൂടുന്നത് കൊണ്ട് എന്ത് ചെയ്യും? സൈസ് കൂടി വരും. അപ്പോൾ അറ്റോമിക് സൈസ് ഒരു പീരീഡിൽ പോകുമ്പോൾ കുറഞ്ഞു വരും, ഗ്രൂപ്പിൽ പോകുമ്പോൾ കൂടി വരും. പീരീഡിൽ പോകുമ്പോൾ കുറഞ്ഞു വരും, ഗ്രൂപ്പിൽ പോകുമ്പോൾ എന്ത് ചെയ്യും? കൂടി വരും. ഓക്കെ ആണല്ലോ. ഇനി മെറ്റാലിക് പ്രോപ്പർട്ടീസ്, ഇതൊന്നുമില്ല. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഒരു മെറ്റൽ. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ പീരിയോഡിക് ടേബിൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ പീരിയോഡിക് ടേബിളിൽ എവിടെയാണ് ഇത്രയും ഭാഗത്തിരിക്കുന്ന ആൾക്കാർ എന്താണ്? മെറ്റലാണ്. അത്രയും ഓർമ്മയുണ്ടല്ലോ, ശ്രദ്ധിക്കുക. അപ്പം മെറ്റലിൻ്റെ ഒരു പ്രശ്നം ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മെറ്റാലിക് പ്രോപ്പർട്ടി കാണിക്കും. അത് പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണ് ഇലക്ട്രോപോസിറ്റിവിറ്റി. ഇലക്ട്രോപോസിറ്റിവിറ്റി. അപ്പോൾ എന്താണ് ഇലക്ട്രോപോസിറ്റിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് അവൻ്റെ ഔട്ടർ മോസ്റ്റിലുള്ള ഇലക്ട്രോണിനെ കളയാനായിട്ടുള്ളൊരു കഴിവെന്ന് തൽക്കാലം പരീക്ഷയ്ക്ക് മടിക്കാൻ വേണ്ടി മാത്രം എന്ത് ചെയ്യുക? അങ്ങനെ ഓർത്ത് വയ്ക്കുക.
ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിനെ കൊടുക്കാനുള്ള ടെൻഡൻസിയാണ് ഇലക്ട്രോ പോസിറ്റിവിറ്റി. അതായത് ഔട്ടർ മോസ്റ്റിലുള്ള ഇലക്ട്രോണെ കൊടുക്കുമ്പോഴത്തേക്കും ഇവൻ എന്ത് ചാർജ് കിട്ടും? പോസിറ്റീവ് ചാർജ് കിട്ടും. പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുള്ള ഓർമ്മ കാണുമല്ലോ. അങ്ങനെ ഇതൊരു പോസിറ്റീവ് അയോണായിട്ട് മാറും. അപ്പോൾ പോസിറ്റീവ് അയോണായിട്ട് മാറാനുള്ള ഒരാളുടെ ടെൻഡൻസിയാണ് മെറ്റാലിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇനി ഒരു പീരിയോഡിക് ടേബിൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഈ പറയുന്ന പീരിയോഡിക് ടേബിൾ നമ്മൾ നോക്കിയാൽ നോക്ക്, വലത്തോട്ട് പോകുന്തോറും എന്താ പറ്റുന്നത്? സൈസ് കുറഞ്ഞു വരുന്നു, എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടി വരുന്നു. എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടി വരുന്നു. അപ്പം നോക്ക്, ന്യൂക്ലിയർ ചാർജ് കൂടി വരുമ്പോഴത്തേക്ക് ന്യൂക്ലിയർ ചാർജ് അങ്ങോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യാണ്? കൂടുതലാണ്. അപ്പോൾ ന്യൂക്ലിയസ് നല്ല രീതിയിൽ ഇലക്ട്രോൺ അട്രാക്ട് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ ഇലക്ട്രോൺ അവൻ കൊടുക്കുമോ? ഒരിക്കലുമില്ല, അല്ലേ? വലത്തോട്ട് പോകുന്തോറും അപ്പോൾ എന്താണ്? ഇലക്ട്രോ പോസിറ്റിവിറ്റി കുറയും. കാരണം എന്താ? ന്യൂക്ലിയസിൻ്റെ ചാർജ് കൂടുതലാണ്. ന്യൂക്ലിയസിൻ്റെ ചാർജ് കൂടുതലാണെങ്കിൽ അവ ഒരിക്കലും ഇലക്ട്രോൺ എന്ത് ചെയ്യത്തില്ല? വിട്ടുകൊടുക്കത്തില്ല. അപ്പോൾ ഈ ഭാഗത്തുള്ളവരാണ് എന്തെന്ന് പറയുന്നത്? മെറ്റാലിക് പ്രോപ്പർട്ടീസ് കാണിക്കുന്നവരെന്ന് പറയുന്നത്. ഐഡിയ കിട്ടിയോ? അപ്പോൾ എന്താണ്? എലോങ് എ പീരീഡ്. പീരീഡിൽ നമ്മൾ പോകുമ്പോൾ മെറ്റാലിക് ക്യാരക്ടർ കുറഞ്ഞാൽ വരുന്നത്. എന്തുകൊണ്ടാണ് കുറഞ്ഞു വരുന്നത്? ന്യൂക്ലിയർ ചാർജ് കൂടുതൽ കാരണം അത് ഒരിക്കലും ഇലക്ട്രോൺ എന്ത് ചെയ്യത്തില്ല? കൊടുക്കത്തില്ല. ഇലക്ട്രോണിനെ കൊടുക്കുന്നവനാണ് നല്ലൊരു മെറ്റൽ എന്ന് പറയുന്നത്. ഇനി ഗ്രൂപ്പിലോട്ട് വരുമ്പോഴത്തേക്കുള്ള പ്രശ്നം നമുക്കറിയാം. ഗ്രൂപ്പിലോട്ട് വരുമ്പോൾ ആറ്റത്തിൻ്റെ വലിപ്പം കൂടിയാണ് വരുന്നത്, അല്ലേ? വലിപ്പം നമ്മുടെ പ്രശ്നം എന്താ? ഈ പറയുന്ന ന്യൂക്ലിയസിൽ നിന്ന് ഒരുപാട് ദൂരെയാണ് ഇലക്ട്രോൺ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഇലക്ട്രോൺ ചാടിപ്പോകാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അപ്പോൾ എലോങ് എ ഗ്രൂപ്പ് ആണെങ്കിൽ നമുക്ക് എന്ത് പറ്റും? ഈ പറയുന്ന ന്യൂക്ലിയർ പുള്ള് കുറയുന്നത് കാരണം എന്ത് പറ്റും? ഈ പറയുന്ന മെറ്റാലിക് ക്യാരക്ടർ കൂടും. ഓക്കെ ആണോ? അപ്പോൾ മെറ്റാലിക് ക്യാരക്ടർ എന്താ? പീരീഡിലോട്ട് പോകുമ്പോൾ മെറ്റാലിക് ക്യാരക്ടർ കുറയുന്നു, ഗ്രൂപ്പിലോട്ട് പോകുമ്പോൾ മെറ്റാലിക് ക്യാരക്ടർ കൂടുന്നു. എന്താ മെറ്റാലിക് ക്യാരക്ടർ? ഇലക്ട്രോണിനെ കളയാനുള്ള കഴിവാണ്, അതായത് ഇലക്ട്രോണിനെ കൊടുത്ത് പോസിറ്റീവ് ആകാനുള്ള കഴിവാണ് മെറ്റാലിക് ക്യാരക്ടർ എന്ന് മനസ്സിലാക്കി വയ്ക്കുക. അങ്ങനത്തെ മെറ്റാലിക് ക്യാരക്ടർ പീരീഡിലോട്ട് പോകുമ്പോൾ ന്യൂക്ലിയസിൻ്റെ സൈസ് ആറ്റത്തിൻ്റെ സൈസ് കുറഞ്ഞാണ് വരുന്നത്. കുറഞ്ഞു വരുമ്പോൾ എന്താ? അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയേ. നിങ്ങളുടെ കൺവെർട്ടത്താണ് ഒരാൾ നിൽക്കുന്നതെങ്കിൽ അയാൾ നമുക്ക് കൂടുതൽ കൺട്രോൾ ചെയ്യാൻ പറ്റും, അല്ലേ? എന്നാൽ ദൂരെ എവിടെയെങ്കിലും ഇപ്പോൾ നിങ്ങളൊരു കൂട്ടുകാരൻ, അല്ലെങ്കിൽ നാളെ നിങ്ങൾക്കിപ്പോൾ മക്കളുണ്ടെന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് നാളെ കല്യാണം കഴിഞ്ഞ് മക്കളായി എന്ന് വിചാരിക്കുക. നിങ്ങളുടെ വീട്ടിൽ കുട്ടിയുള്ളപ്പോൾ നമുക്ക് അവൻ്റെ മുകളിൽ ഫുൾ കൺട്രോളാണ്. അവൻ വഴിതെറ്റി പോകാൻ നമ്മൾ സമ്മതിക്കത്തില്ല. കാരണം എന്താ? അവൻ വീട്ടിനകത്ത് ഇട്ടാവട്ടത്തിനകത്താണ് ഉള്ളത്. ഇവനെ പഠിക്കാൻ നമ്മൾ ബാംഗ്ലൂർ വിട്ടു, അല്ലെങ്കിൽ നമ്മൾ ചെന്നൈയിൽ വിട്ടു, അല്ലെങ്കിൽ നമ്മൾ ദൂരെ വിട്ടു. എന്ത് പറ്റും? നമുക്ക് വിളിച്ചു ചോദിക്കാനേ പറ്റുള്ളൂ. എടാ നീ ഇവിടെ ഉണ്ടോ? കറങ്ങാൻ പോയോ? ഇല്ലേ? അവൻ വേണമെങ്കിൽ പോകാതിരിക്കുക, നമ്മുടെ കൺട്രോളിലല്ല. അത് തന്നെയാണ് ഇവിടെ ലോജിക്ക്. ഔട്ടർ മോസ്റ്റുള്ള ഇലക്ട്രോണിനെ എലോങ് എ ഗ്രൂപ്പ് ആകുമ്പോൾ എലോങ് എ പീരീഡ് ആകുമ്പോൾ എന്ത് പറ്റും? സൈസ് കുറയുന്നത് കാരണം കൂടുതൽ കൺട്രോൾ ന്യൂക്ലിയസിനുണ്ട്. സോ ന്യൂക്ലിയസ് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? വിട്ട് കളയത്തില്ല. സോ നമുക്ക് പറയാം ഇലക്ട്രോ പോസിറ്റിവിറ്റി കുറയുന്നു. താഴോട്ട് വരുമ്പോൾ നമ്മുടെ ആറ്റം വലുതായി പോവുക. വലുതാകുമ്പോൾ എന്ത് പറ്റും? ഔട്ടർ മോസ്റ്റ് ഉള്ളവനെ കൺട്രോൾ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. അവ എന്ത് ചെയ്യും? ചിലപ്പോൾ ചാടിപ്പോയി വരും. സോ നമ്മൾ പറയും പോസിറ്റീവ് നേച്ചർ കൂടുന്നു. ഓക്കെ ആണല്ലോ? ഇവിടെ ഒരു പോയിന്റ് കൂടെ ഓർത്ത് വെച്ചോളാം. പ്രീവിയസ് ചോദിച്ചിട്ടുള്ളതാണ്. മെറ്റലുകൾ ഫോം ചെയ്യുന്ന ഓക്സൈഡിന് എപ്പോഴും ബേസിക് ക്യാരക്ടറാണ് ഉള്ളത്. മെറ്റൽ ഫോം ചെയ്യുന്ന ഓക്സൈഡിന് എപ്പോഴും എന്താ ഉള്ളത്? ബേസിക് ക്യാരക്ടർ ഉള്ളത്. ഓർത്ത് വെച്ചാൽ അത് ഞാൻ പിന്നീട് മെറ്റൽ പഠിപ്പിക്കുമ്പോൾ വിശദീകരിച്ച് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ അയൺ, കോപ്പർ, സിൽവർ, മെർക്കുറി ഒക്കെയാണ് മെറ്റൽ എന്ന് പറയുന്നത്. ഇനി തിരിച്ച് നോൺ മെറ്റാലിക് ക്യാരക്ടർ. മെറ്റാലിക് ക്യാരക്ടറിന് നേരെ ഓപ്പോസിറ്റ്. ഒരു നോൺ മെറ്റാലിക് ക്യാരക്ടർ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അവന് ഇലക്ട്രോണിനെ വാങ്ങാനാണ് ഇഷ്ടം. അവന് ഇലക്ട്രോൺ എന്തിനാണ് ഇഷ്ടം? വാങ്ങി നെഗറ്റീവ് ആകാനാണ് ഇഷ്ടം. അപ്പം നിങ്ങൾ തന്നെ നോക്ക്, ഒരു പീരിയോഡിക് ടേബിൾ എന്താ സംഭവിക്കുന്നത്? നമ്മളൊരു പീരിയോഡിക് ടേബിൾ എടുക്കുന്ന സമയത്ത് പീരിയോഡിക് ടേബിൾ വലത്തോട്ട് പോകുമ്പോഴത്തേക്കും ആറ്റത്തിൻ്റെ സൈസ് എന്ത് ചെയ്യാണ്? ചെറുതായി വരികയാണ്. ന്യൂക്ലിയസിൻ്റെ ചാർജ് കൂടി വരികയാണ്. സോ പോകുന്ന ഒരു ഇലക്ട്രോണിനെ ഇവനാണ് കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നത്? അട്രാക്ട് ചെയ്യാൻ പറ്റുന്നത്. അതിന് കഴിഞ്ഞുള്ള കഴിവ് ഇവനായിരിക്കും, അത് കഴിഞ്ഞുള്ള കഴിവ് ഇവനായിരിക്കും, അത് കഴിഞ്ഞ കഴിവുള്ള ഇവനായിരിക്കും. സോ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് വലത്തോട്ട് പോകുന്തോറും, പീരീഡിലോട്ട് പോകുന്തോറും എന്ത് ചെയ്യും? കൂടും. താഴോട്ട് പോകുമ്പോൾ പ്രശ്നം എന്താ? താഴോട്ട് പോകുമ്പോൾ ആറ്റത്തിൻ്റെ വലിപ്പം കൂടി വരികയാണ്, അല്ലേ? അപ്പോൾ ഇവിടെ വലുതായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുവഴി ഒരു ഇലക്ട്രോൺ പോകുന്നത് ചിലപ്പോൾ നടക്കിരിക്കുന്ന ന്യൂക്ലിയസ് അറിയത്ത് പോലുമില്ല. അപ്പോൾ മനസ്സിലാക്കുക, താഴോട്ട് പോകുമ്പോൾ ഇപ്പോൾ എന്തായിരിക്കും? ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറവായിരിക്കും. അപ്പോൾ കാര്യം എന്തെന്ന് പഠിച്ചാൽ ഇത് ഓരോന്നും കാണാതെ പഠിക്കേണ്ട, ഓർത്ത് വയ്ക്കാൻ പറ്റും. അപ്പോൾ എന്താണ് നോൺ മെറ്റാലിക് ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്നാണ് അർത്ഥം. ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് വെച്ചാൽ എന്താ? ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവാണ്. അപ്പോൾ വലത്തോട്ട് പോകുന്തോറും ന്യൂക്ലിയസിൻ്റെ സൈസ് ചെറുതാകുമ്പോൾ ന്യൂക്ലിയർ അട്രാക്ഷൻ കൂടുന്നത് കാരണം എന്ത് പറ്റും? ഈ പറയുന്ന നോൺ മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യുന്നു. ഗ്രൂപ്പിലോട്ട് പോകുന്ന സമയത്ത് ആറ്റത്തിൻ്റെ വലിപ്പം കുറവാകുന്നത് കാരണം ന്യൂക്ലിയസിൻ്റെ പവർ കുറയും, അല്ലെങ്കിൽ അട്രാക്ഷൻ കുറയും. അപ്പോൾ അത് കാരണം എന്ത് പറ്റും? നോൺ മെറ്റാലിക് ക്യാരക്ടർ കുറയുന്നു എന്ന് മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ? ഇനി മെറ്റലോയിഡ് ഞാൻ പറഞ്ഞു, നോൺ മെറ്റലും പറയുമ്പോൾ ഇനി മെറ്റലോയിഡ് വിട്ടുപോകാൻ പാടില്ലല്ലോ. നമ്മളൊരു പീരിയോഡിക് ടേബിൾ എടുത്തു കഴിഞ്ഞാൽ അതിലിത് ഏതാണ്ട് ഈ ഒരു ഭാഗത്തായിട്ടിരിക്കുന്ന കുറച്ച് ആൾക്കാരാണ് ഈ മെറ്റലോയിഡ് എന്ന് പറയുന്നത്. ആരൊക്കെയാണ്? ബോറോൺ. ഇവിടെ ബോറോൺ ഫാമിലി നിങ്ങൾക്ക് അറിയാമല്ലോ. ബോറോൺ അതിൻ്റെ ഇവിടെ ആയിട്ട് വരുന്ന സിലിക്കൺ,
ജർമാനിയം, ആഴ്സനിക്, ആൻറ്റിമണി, ടെലൂറിയം, പിന്നെ ഇങ്ങനത്തുള്ള പൊളോണിയം. ഇവരാണ് മെറ്റലോയിഡ് എന്ന് പറയുന്നത്. മെറ്റലോയിഡ് പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർ മെറ്റലിൻ്റെയും എന്നാൽ നോൺ മെറ്റലിൻ്റെയും രണ്ടും ഏതാണ്ട് കുറേ പ്രോപ്പർട്ടീസ് കാണിക്കും. അതുകൊണ്ടാണ് അവർ എന്ത് വിളിക്കുന്നത്? മെറ്റലോയിഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഇലക്ട്രോ നെഗറ്റിവിറ്റിയുടെ വേരിയേഷൻ ഞാൻ നോൺ മെറ്റാലിക് ക്യാരക്ടർ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു. ഇത് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് പീരീഡ് പോകുമ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടും. കാരണം എന്താ? ന്യൂക്ലിയസിൻ്റെ ചാർജ് കൂടും. നെഗറ്റിവിറ്റി എന്ന് വെച്ചാൽ തന്നെ എന്താണ്? നെഗറ്റീവായി ചാർജിലുള്ള ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവാണ് എന്ത്? ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. ഡൗൺ ദ ഗ്രൂപ്പ് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ത് ചെയ്യും? കുറയുന്നു. ഓക്കെ ആണല്ലോ. 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് അനുസരിച്ച് നമുക്ക് ആ പറയുന്ന ഇത്രയും പ്രോപ്പർട്ടീസ് നമ്മുടെ NCERT ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് അത്രമാത്രം പറയാൻ നിർത്തുന്നു. അപ്പോൾ ഏതാണ് നമ്മുടെ പീരിയോഡിസിറ്റി എന്ന് പറയുന്നൊരു ഭാഗം ഇവിടെ കഴിയുകയാണ്. ഇവിടുന്ന് ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മുൻ എക്സാമിന് വന്നിട്ടുണ്ട്. ആ ചോദ്യങ്ങളൊക്കെ ഞാൻ മുറയ്ക്ക് എന്ത് ചെയ്യുക, നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്ത് പോകാം. അപ്പോൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ലിങ്ക് വഴി എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ഇപ്പോൾ നിങ്ങളിപ്പോഴും ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ് നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.